രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രത്യേക ബ്ലോക്കായി ഇരിക്കുന്നു എന്ന കാരണത്താൽ രാഹുലിന് സംസാരിക്കാൻ അവസരമുണ്ടാകുമെന്ന തരത്തിലുള്ള ചരമോപചാരത്തിൽ സംസാരിക്കാൻ അവസരമുണ്ടാകുമെന്ന തരത്തിലുള്ള ചില അഭിപ്രായങ്ങൾ ഉയർന്നു. പക്ഷേ അതിനൊരു അവസരമില്ല. കാരണം പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് സംസാരിച്ചിരിക്കുന്നു. കക്ഷി നേതാക്കൾക്കാണ് ചരമോപചാരത്തിൽ അനുസ്മരിച്ച് സംസാരിക്കാൻ അവസരമുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഒരു MLA ആണ്. അപ്പോൾ രാഹുൽ ഇപ്പോൾ സസ്പെൻഷനിലായതുകൊണ്ട് പ്രത്യേക ബ്ലോക്കാക്കി ഇരുത്തണമെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ആവശ്യപ്രകാരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പ്രത്യേക ബ്ലോക്കായിരിക്കുന്നത്. അതുകൊണ്ട് ചരമോപചാരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സംസാരിക്കാൻ അവസരമുണ്ടാകില്ല എന്ന് തീർത്ത് തന്നെ പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇന്നിപ്പോൾ ഉള്ളത് രാഷ്ട്രീയമായി കോൺഗ്രസിനകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായി തള്ളിപ്പറയുകയും തങ്ങൾക്കൊപ്പമില്ല, തങ്ങളുടെ നിരയിലില്ല എന്ന് പറയുകയും ചെയ്ത ശേഷം പ്രതിപക്ഷ നേതാവിനെ ധിക്കരിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നിപ്പോൾ നിയമസഭയിൽ എത്തിയിരിക്കുന്നത്. അതായത് പ്രതിപക്ഷ നേതാവിനെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ നേതൃനിരയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നിപ്പോൾ നിയമസഭയിൽ എത്തിയിരിക്കുന്നത്. തീർച്ചയായും VD സതീശൻ അതുകൊണ്ട് തന്നെ നിലപാടുകൾ കൂടുതൽ കടുപ്പിക്കേണ്ടി വരും. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നെതിരായ ആരോപണങ്ങൾ അത് പ്രതിപക്ഷത്തെ വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നിയമസഭ നടക്കുന്ന അവസരത്തിൽ ഇനി തെരഞ്ഞെടുപ്പ് ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിരോധത്തിലാക്കിയ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനെ ധിക്കരിച്ചുകൊണ്ട് അത്തരത്തിൽ സഭയിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോഴും MLA സ്ഥാനം രാജിവെക്കാതിരിക്കുന്ന സ്ഥിതിക്ക് ജനപ്രതിനിധിയായി സഭയിലേക്ക് എത്താനുള്ള അവകാശവും നിലനിൽക്കുന്നുണ്ട് എന്നതുകൂടിയാണ്. അതുകൊണ്ട് പൂർണ്ണമായും തള്ളിപ്പറയാനും കഴിയാത്തൊരവസ്ഥയിലല്ലേ, അങ്ങനെ വല്ലാത്ത ഒരു പ്രതിരോധ ഘട്ടത്തിലല്ലേ നിൽക്കുന്നത് കോൺഗ്രസും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ? തീർച്ചയായും പ്രതിപക്ഷം വലിയ പ്രതിരോധത്തിൽ തന്നെയാണ്. ആ പ്രതിരോധത്തിൽ നിന്ന് പുറത്തു കടക്കുന്നതിന് വേണ്ടിയാണ് അവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി. MLA സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യമാണ് ഭരണപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സസ്പെൻഷൻ നടപ്പാക്കിയെന്ന് മാത്രമല്ല, നിയമസഭയിൽ പ്രതിപക്ഷം ഇരിക്കുമ്പോൾ ആ പ്രതിപക്ഷ നിരയിൽ ഒരു അംഗമല്ല രാഹുൽ എന്ന സന്ദേശം കൂടിയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ അമൽ നേരത്തെ പറഞ്ഞതുപോലെ നാളെ മുതൽ സഭയുടെ സാധാരണ ബിസിനസ് നടപടികൾ തുടങ്ങുകയാണ്. ഈ അവസരത്തിൽ ഉറപ്പായും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തുമ്പോൾ രാഹുലിനെതിരായ പ്രതിഷേധം വലിയ രീതിയിൽ തന്നെ ഭരണപക്ഷം ഉയർത്തിക്കൊണ്ടുവരും. അങ്ങനെ വരുമ്പോൾ അതിനെ നേരിടാൻ പ്രതിപക്ഷം രംഗത്തിറങ്ങും എന്ന് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം പ്രതിപക്ഷ നിരയിൽ രാഹുൽ ഇല്ല എന്ന കാര്യം പ്രതിപക്ഷ നയം വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്ന ആക്ഷേപങ്ങൾ രാഹുലിനെ തന്നെ ചെറുക്കേണ്ടി വരും പ്രതിപക്ഷ നിരയിലാകട്ടെ. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ കോൺഗ്രസിനെയോ UDF-നെയോ ഭരണപക്ഷം കടന്നാക്രമിക്കുന്ന ഒരു തരത്തിലേക്ക് പ്രതിഷേധം മാറിക്കഴിഞ്ഞാൽ തീർച്ചയായും അതിനെതിരായ പ്രതിഷേധം എന്നത് ഭരണപക്ഷത്തിന് നേരായ കടന്നാക്രമണമായിരിക്കും. തീർച്ചയായും ഇപ്പോൾ MLA സ്ഥാനം രാഹുൽ രാജിവെക്കണമെന്ന് പറയുമ്പോഴും ഭരണപക്ഷത്ത് ആരോപണ വിധേയരായ MLA-മാരുണ്ട്. മുകേഷ് ഉണ്ട്, കടകംപള്ളിയുണ്ട്, ഇവർക്കെതിരെ പരാതിയുണ്ട്. അപ്പോൾ ഇവർക്കെതിരെയെല്ലാം ഭരണപക്ഷം എന്ത് നടപടി സ്വീകരിച്ചു എന്ന ചോദ്യത്തിന് വലിയൊരു പ്രതിസന്ധിയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് ഇപ്പോൾ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതായത് MLA സ്ഥാനം രാജിവെക്കാതെ ജനപ്രതിനിധിയായി സഭയിലേക്ക് കടന്നു ചെല്ലാം എന്നൊരു അവകാശം നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും സഭയിൽ പ്രതിഷേധം ഉയർന്നാൽ ഏതു തരത്തിൽ അതിന് ചെറുത്തു നിൽക്കണം എന്നത് ഭരണപക്ഷത്തും ഇത്തരത്തിൽ ആരോപണ വിധേയരും കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുമായവർ തുടരുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആക്രമണം എന്നത് പ്രതിരോധിക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയുടെ ഭാഗം എന്നുള്ള നിലയിൽ ആ പേരെടുത്തു പറഞ്ഞ് പ്രതിരോധിക്കാൻ കോൺഗ്രസിന് സാധിക്കുകയുമില്ല. അങ്ങനെയെങ്കിൽ ഒരു നൂൽപാലത്തിലൂടെയുള്ള പോക്കായിരിക്കും ഇനി അങ്ങോട്ട് സഭയിൽ നമുക്ക് കാണേണ്ടി വരിക എന്ന് പറയാമോ അമൽ? സ്വാഭാവികമാണ്. രാഹുലിനെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷത്തിന് രംഗത്തിറങ്ങാനാവില്ല. രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ അത്യന്തം ഗൗരവമുള്ള ആരോപണങ്ങളാണ്. കേരളത്തിൻ്റെ പൊതുസമൂഹം സമീപകാലത്ത് ഇത്രയധികം ചർച്ച ചെയ്ത മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയം, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വിഷയമുണ്ടോ എന്ന കാര്യം പോലും സംശയമാണ്. രാഹുലിനെതിരെ ഏതെങ്കിലും ഒരു വെളിപ്പെടുത്തലല്ല, തുടർച്ചയായ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു. തുടർച്ചയായി രാഹുലുമായി ബന്ധപ്പെട്ട സ്ക്രീൻഷോട്ടുകൾ, ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ പുറത്തേക്ക് വരുന്നു, ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വരുന്നു. അതിൽ ഗർഭചിത്രം നടത്താൻ രാഹുൽ നിർബന്ധിക്കുന്ന തരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശം പുറത്തേക്ക് വരുന്നു. രാഹുൽ
അതിന് നിർബന്ധിച്ചു എന്നുള്ള തരത്തിൽ ആണ് ആ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞു വെക്കുന്നത്. അവർ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല എങ്കിൽ കൂടി അതൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹം സജീവമായി ചർച്ച ചെയ്യുന്ന വിഷയമായിരിക്കെ എങ്ങനെ രാഹുലിനെ പ്രതിരോധിക്കാൻ കഴിയും എന്നൊരു ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഉന്നയിക്കുന്നത്. അതിനാൽ തന്നെയാണ് രാഹുൽ സഭയിലേക്ക് എത്തേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കും. UDF-ഉം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് വരുന്നത്. പ്രത്യേക ബ്ലോക്കായിരിക്കും ഇരിക്കുക. MLA സ്ഥാനത്ത് തുടരുന്ന സ്ഥിതിക്ക് ജനപ്രതിനിധി എന്ന നിലയിൽ സഭയിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ.